ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഇരിക്കേ. സുഖമാണ് എല്ലാവർക്കും? അതെയോ? ഓക്കെ. നമ്മൾ ഇന്ന് ഏത് ചാപ്റ്റർ പഠിക്കണമെന്ന് അറിയാമോ നിങ്ങൾക്ക്? ചാപ്റ്ററിൻ്റെ പേരെന്തെന്ന് അറിയാമോ? അറിയില്ല. ചരിത്ര പുരുഷനായ ഈശോ. ഓക്കെ. നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ട് എല്ലാവരും അല്ലേ? എല്ലാവരും ചരിത്രം പഠിച്ചിട്ടുള്ളവരാണ്, ഉറപ്പാണ്. ഓക്കെ. ചരിത്രം എന്ന് പറയുന്നത് സത്യമാണ് അല്ലേ? കാരണം എന്താ സത്യമാണെന്ന് പറയാൻ കാരണം എന്താണ്? അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും എന്ന് ആരുടെയൊക്കെ അവരുടെ സമകാലികരായിട്ടുള്ളവർ ആരൊക്കെയായിരുന്നു, ഏത് കാലഘട്ടത്തിലാണ് എന്നൊക്കെ വ്യക്തമായിട്ട് ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോഴും അതിന് വ്യക്തമായ തെളിവുകൾ നമുക്കുണ്ടാവും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ചരിത്രം കുറിച്ചവർ, ചരിത്രം തിരുത്തി കുറിച്ചവർ എന്നൊക്കെ അല്ലേ? ചരിത്രത്തെ സ്വാധീനിച്ചവർ, ചരിത്രത്തെ മാറ്റിമറിച്ചവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ സ്പോർട്സിൽ കേൾക്കാറുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത്, ഏറ്റവും കൂടുതൽ അറിയാവുന്നത് സ്പോർട്സ് ആയിരിക്കും. അപ്പോൾ സ്പോർട്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട് റെക്കോർഡുകൾ മാറ്റിമറിച്ചു അല്ലെങ്കിൽ തിരുത്തി കുറിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ക്രിക്കറ്റിൽ 2020 മാച്ചുകൾ ആരംഭിച്ചതിന് ശേഷം ഫസ്റ്റ് സെഞ്ചുറി നേടിയതാരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ആരാണ്? ക്രിസ് ഗെയിൽ. അതുപോലെ തന്നെ മറഡോണയുടെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മ വരുന്നൊരു കാര്യം, മറഡോണയുടെ ദൈവത്തിൻ്റെ കൈ കൊണ്ടുള്ളൊരു ഗോൾ എന്ന് പറയുന്ന പ്രസിദ്ധമെന്ന് പറയാൻ പറ്റില്ല, പിന്നെ കുപ്രസിദ്ധമായ ഒരു ഗോളാണ് അർജൻറ്റീനയെ ഇംഗ്ലണ്ടുമായുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്ന് അതിൽ പാസ് ഔട്ടായിട്ട് സെമിയിലേക്ക് പ്രവേശിക്കാനായിട്ട് യോഗ്യത നേടിയത്. അത് കുപ്രസിദ്ധമായിട്ടൊരു ഗോളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചരിത്രത്തിൽ നല്ല കാര്യങ്ങളും സുപ്രസിദ്ധരായ ആളുകളും കുപ്രസിദ്ധരായ ആളുകളും ചരിത്രത്തിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വ്യക്തികൾ പറയുകയാണെങ്കിൽ സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തെ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അതിന് ഉദാഹരണങ്ങൾ നമ്മളവരെ മഹാന്മാരെന്ന് പറയും. നിങ്ങൾ കുറച്ച് പേരുടെ പേര് പറയാൻ പറ്റുമോ? പറഞ്ഞേ, കുറച്ച് മഹാന്മാരുടെ പേരുകൾ പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൻ, കാറൽ മാർക്സ്, മദർ തെരേസ, ഒരുപാട് പേരുണ്ട്. നമുക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ അവരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവർ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്, അവരെന്താണ് സംഭാവന ലോക ജനത്തിന് വേണ്ടി തന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുവാനായിട്ട് സാധിക്കും ഇല്ലേ? അതുപോലെ തന്നെ സംഭവങ്ങളുണ്ട്, ലോകത്ത് നടന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം നിങ്ങൾക്കറിയാം ഇല്ലേ? അതിന് മുൻപ് അല്ലെങ്കിൽ അതിന് പിൻപ് രണ്ടാം ലോക മഹായുദ്ധം നമുക്കറിയാം. അതിനുശേഷം നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ്, അതിന് പിൻപ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത നടന്ന 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മഹാപ്രളയം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പ്രളയം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭാവന മാത്രമാണ്, നമ്മൾക്ക് അറിയില്ല. അപ്പോൾ അത് നമുക്കറിയാം. അതിന് മുൻപ് പിൻപ് എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന പ്രത്യേകത എന്താണ്? ഇപ്പം എന്താണ് നമ്മൾ സഫർ ചെയ്യുന്നത്? എന്താണ്? അതെ. അപ്പോൾ COVID-19 അതിന് മുൻപ് പിൻപ് എന്ന് ഇനി വന്നേക്കാം ഇല്ലേ? ഇനിയുള്ള വർഷങ്ങളിൽ നമ്മളൊക്കെ ഒരുപാട് വലുതായി കഴിഞ്ഞു. നിങ്ങളൊക്കെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞങ്ങളുടെ കാലഘട്ടത്താണ് ഇത് നടന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ ചരിത്രം രണ്ടായി തിരിഞ്ഞേക്കാം. പിന്നെ നമ്മൾ ദൈവങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ദൈവങ്ങളുണ്ട്, നമുക്ക് എണ്ണാൻ പറ്റില്ല ഇല്ലേ? പല മതങ്ങളിലായിട്ട് ഒരുപാട് ദൈവങ്ങൾ നമുക്കുണ്ട് ഇല്ലേ? അപ്പോൾ ഇതിൽ ദൈവങ്ങളിൽ പലതും ഐതിഹ്യങ്ങളാണ് അല്ലേ? പല ഐതിഹ്യങ്ങളെന്ന് വെച്ചാൽ എന്താണ്? അത് നമുക്ക് വ്യക്തമായ എവിഡൻസ് ഇല്ല, അത്രയും പറഞ്ഞാൽ മതി. എവിഡൻസ് നമുക്കില്ല. പിന്നെ ചിലത് പാരമ്പര്യങ്ങളുണ്ട് ഇല്ലേ? നമുക്ക് പൂർവികരായിട്ട് ഇങ്ങനെ പകർന്നു കിട്ടിയേക്കാം, പക്ഷെ നമുക്കറിയില്ല എന്ന് എപ്പോഴൊന്നും നമുക്കറിയില്ല. അങ്ങനെയുണ്ട് ഇല്ലേ? പക്ഷെ ചരിത്രമുണ്ട്. ചരിത്രത്തിന് പ്രത്യേകത എന്താണ്? അത് സത്യമാണ്. ചരിത്രം സത്യമാണ്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെന്ത് പറയുക? ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് പറയുമ്പോൾ എന്താണ് മറ്റ് വ്യക്തികളിൽ നിന്ന് ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത്? ജീവിച്ചിരുന്നതിന് തെളിവുകളുണ്ട്. ക്രിസ്തു ഒരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തു മറ്റുള്ള മഹാന്മാരെ പോലെ തന്നെ ലോക ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെന്താ പ്രത്യേകത? തെളിവുണ്ട് അതിന്. അത് ശരി, ഓക്കെ. പിന്നെന്താണ് പ്രത്യേകത? ക്രിസ്തുവാണ് ലോക ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ് രണ്ടായിട്ട് തിരിഞ്ഞിരിക്കാം. ഇന്ന് ലോകത്തിൽ എന്ത് സംഭവം നമ്മൾ പറയണമെങ്കിലും ഒന്നുപോലെ ക്രിസ്തുവിന് മുൻപ് BC അല്ലെങ്കിൽ AD, ക്രിസ്തുവിന് ശേഷം എന്ന് ഈ 2 കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു തെളിവാണ്. പിന്നെ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് ക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് നമ്മൾ പറയുന്നതിന് നമുക്കെന്ത് മെച്ചമുള്ളത്? എന്തിനു വേണ്ടി നമ്മൾ പഠിക്കുന്നത്? പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണമുള്ളത്?
നല്ല സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവമൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താം അല്ലേ? സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ഓക്കെ, പിന്നെന്താ ഗുണമുള്ളത്? നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് സമർത്ഥിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനായിട്ട് സാധിക്കും അല്ലേ? പിന്നെ നമ്മളോട് വേറെ വ്യക്തി വന്നിട്ട് പറയുകയാണ് ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തത്, ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരാൾ വന്നിട്ട് പറയുകയാണ് ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് എന്താ തെളിവെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അവരെ ഖണ്ഡിക്കാൻ സാധിക്കും. അവരോട് വാദിച്ച് ജയിക്കാനായിട്ട്, അവരെ പ്രൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് പറ്റും ക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഇനി ക്രിസ്തു ജീവിച്ചിരുന്നു, ചരിത്ര പുരുഷനായിരുന്നു എന്നതിന് തെളിവ് നമുക്ക് പല രീതിയിലുമുണ്ട് അല്ലേ? അത് പ്രധാനമായിട്ടും നമുക്ക് 4 നമുക്ക് തിരിക്കാം. 1 കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണം, 2 ചരിത്ര സാക്ഷ്യങ്ങൾ, 3 സുവിശേഷത്തിലെ ഈശോ, 4 പറയുന്നത് ആദിമ സഭയുടെ സുവിശേഷ പ്രഘോഷണം. ഇതിൽ ആദ്യത്തെ കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണം, അതിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യ മാതാപിതാക്കളുടെ പാപം മുതൽ നമുക്കറിയാം അല്ലേ? അവർ പാപം ചെയ്തപ്പോൾ മുതൽ, പാപത്തിൻ്റെ അധപതനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മുതൽ ദൈവം അവർക്ക് ഒരു പ്രത്യാശയുടെ, ഒരു രക്ഷകനെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ അവർക്ക് നൽകുന്നുണ്ട്. അത് ആ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് അവിടെ നിന്ന് മുതൽ പുതിയ നിയമം വരെ, യേശുവിൻ്റെ ജനനം വരെ പല സ്ഥലങ്ങളിൽ, പല സമയങ്ങളിൽ, പല വ്യക്തികളിലൂടെ വരാനിരിക്കുന്ന ഒരു രക്ഷകനെക്കുറിച്ച് ദൈവം അറിയിക്കുന്നു ഇസ്രായേൽ ജനങ്ങളെ. അപ്പോൾ അത് അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിയമാവർത്തന പുസ്തകം 18:15 പറയുന്നു, മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്നും എന്നെപ്പോലുള്ളൊരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും, അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. അതുപോലെ തന്നെ ഏഷ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇതിൻ്റെ അതേ സമാന്തരമായിട്ട് വരും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെ പറയുന്നു. ഔസേപ്പിതാവിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, സന്ദേശം കൊടുക്കുന്നുണ്ട് മറിയത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. Now the birth of Jesus Christ took place in this way. When his mother Mary had been betrothed to Joseph, before they came together, she was found to be with child from the Holy Spirit. And her husband Joseph, being a just man and unwilling to put her to shame, resolved to divorce her quietly. But as he considered these things, behold, an angel of the Lord appeared to him in a dream, saying, Joseph, son of David, do not fear to take Mary as your wife, for that which is conceived in her is from the Holy Spirit. She will bear a son, and you shall call his name Jesus, for he will save his people from their sins. All this took place to fulfill what the Lord had spoken by the prophet. Behold, the virgin shall conceive and bear a son, and they shall call his name Emmanuel, which means God with us. When Joseph woke from sleep, he did as the angel of the Lord commanded him. He took his wife, but knew her not until she had given birth to a son. And he called his name Jesus. അതേസമയം തന്നെ മാതാവിന് ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന പേരിടണം. അപ്പോൾ ഈ നമ്മുടെ ആദിമസഭയുടെ ചരിത്രം മുതൽ, ഉൽപ്പത്തി മുതൽ പുതിയ നിയമം വരെ, ഈശോയുടെ ജനനം, ഈശോ ജനിക്കുന്നത് വരെ ഈ പ്രസ്താവനകൾ, ഈ പ്രതീക്ഷ, രക്ഷകനെ കുറിച്ചുള്ള പ്രതീക്ഷ, ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് എപ്പോഴും പല സ്ഥലങ്ങളിൽ പല വ്യക്തികളിലൂടെ ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണ് കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമായിരുന്നു ഈശോയുടെ ജനനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് ചരിത്ര സാക്ഷ്യങ്ങൾ. ചരിത്ര സാക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിന് മുമ്പ് സോക്രട്ടീസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരായിരുന്നു സോക്രട്ടീസ്? ഗ്രീക്ക് ഫിലോസഫർ. ഫിലോസഫർ എന്ന് വെച്ചാൽ എന്താണ്? തത്വ ചിന്തകനായിരുന്നു. അപ്പോൾ സോക്രട്ടീസിനെ കുറിച്ച് നമുക്ക് കാണാം. They searched for Socrates.
Socrates was a critic. He was critical of the thinking and the thought processes of his fellow citizens, and he was critical about the public affairs of Athens. For over 50 years, Socrates had been publicly questioning and attacking the traditions of Athenian life. And around him he had gathered a group of youthful followers. അപ്പോൾ സോക്രട്ടീസ് ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു, വെസ്റ്റേൺ ഫിലോസഫിയുടെ സ്ഥാപകനായിരുന്നു. അദ്ദേഹം BC 399 ജീവിച്ചിരുന്നത്. 4-ാം നൂറ്റാണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ കാലഘട്ടം. അന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകൾക്കൊന്നും അദ്ദേഹത്തോട് തർക്കിച്ച് ജയിക്കാൻ, വാദിച്ച് ജയിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു സദാചാര തത്വചിന്തകനായിരുന്നു. അദ്ദേഹം സഭയുമായിട്ട് പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കാത്തിരിക്കുക, വരാനിരിക്കുന്ന സാർവത്രിക വിജ്ഞാനിയെ പാർത്തിരിക്കുക. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ എങ്ങനെ വ്യാപരിക്കണമെന്ന് അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതാണ് സോക്രട്ടീസ്. നമ്മൾ സഭയായിട്ട് ബന്ധമില്ല, നമ്മൾ ബൈബിളിൽ പറയാത്ത കാര്യമാണ്, വെറും ചരിത്രകാരൻ, ചരിത്രത്തിൽ പറയുന്ന ഒരു തത്വചിന്തകനമാണ്. അദ്ദേഹം ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ യഹൂദ പാരമ്പര്യത്തിൽ യഹൂദ വംശജനായ നസ്രായക്കാരനായ ഈശോ എന്ന് പറയുമ്പോൾ ഈശോയുടെ ആ വംശത്തിൽ ഈശോയുടെ വേരുകൾ വ്യക്തമായിട്ട് അതിൽ പറയുന്നു. ഈശോ എവിടെ നിന്ന്, ഈശോയുടെ ഒറിജിൻ എന്താണ്? നിങ്ങളുടെയൊക്കെ പൂർവികന്മാരുടെ കാര്യം ചോദിച്ചാൽ നിങ്ങളുടെ ഫാദറിൻ്റെ ഫാദർ അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലേ, 2-4 തലമുറ വരെയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈശോയുടെ ഒറിജിൻ എവിടെ നിന്ന് മുതൽ ജനിക്കുന്ന വരെയുള്ള വംശാവലി കൃത്യമായിട്ട് ചരിത്രത്തിലുണ്ട്, സുവിശേഷത്തിലും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അതിന് വ്യക്തമായ തെളിവാണ്. അതുപോലെ തന്നെ യഹൂദരുടെ നിയമസംഹിതയും അതിൻ്റെ വ്യാഖ്യാനവും അടങ്ങിയ താൽമൂദ് എന്ന ഗ്രന്ഥം, അതിൻ്റെ സമകാലീന രേഖയാണ് മിദ്രാശി. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നോസ്രി എന്ന ഈശോ, നോസ്രി എന്ന് വെച്ചാൽ എന്താണ്? നസ്രായക്കാരനായ ഈശോ മറിയം എന്ന സ്ത്രീയിൽ നിന്നും ജനിച്ചു, ആളുകളെ വഴിതെറ്റിക്കുന്നു എന്ന കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയും മരണത്തിന് വിധിക്കുകയും ചെയ്തു. സോക്രട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സോക്രട്ടീസ് പറഞ്ഞ കാര്യങ്ങൾ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന എന്താണെന്ന് നമ്മൾ പഠിച്ചു. അടുത്ത നമ്മൾക്ക് പഠിക്കാനുള്ളത് റോമൻ ചരിത്രകാരനായിരുന്ന ഫ്ലാവിയൂസ് ജോസേഫസ്